ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീച്ചറുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സോഷ്യൽ ലേണിംഗ് തിയറി ഓഫ് ആൽബർട്ട് ബൻഡൂര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽബർട്ട് ബൻഡൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. നമുക്കിത് പാട്ടിലാക്കി പഠിക്കാം. 1965 ഇറങ്ങിയ ഓടയിൽ നിന്ന് എന്ന സിനിമയിലെ അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോൾ വരും, അമ്മിണി താരക കുഞ്ഞിന്റെ കൂടെ അത്താഴമുണ്ണാൻ എപ്പോൾ വരും, അത്താഴമുണ്ണാൻ എപ്പോൾ വരും എന്ന ഗാനത്തിന്റെ രീതിയിലാണിത് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് തുടങ്ങാം. അമ്മേ 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 നമ്മുടെ സോഷ്യൽ ലേണിംഗ് ആരുടേതാ, അമ്മേ 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 നമ്മുടെ സോഷ്യൽ ലേണിംഗ് ആരുടേതാ, ആൽബർട്ട് ബൻഡൂര ചേട്ടൻ്റെതാണത് സോഷ്യൽ ലേണിംഗ് പൊന്നുമോളെ, ആൽബർട്ട് ബൻഡൂര ചേട്ടൻ്റെതാണത് സോഷ്യൽ ലേണിംഗ് പൊന്നുമോളെ. ഒബ്സർവേഷനു പ്രാധാന്യം, ഇമിറ്റേഷനും പ്രാധാന്യം, ഒബ്സർവേഷന് പ്രാധാന്യം, ഇമിറ്റേഷനും പ്രാധാന്യം, മോഡലിങ്ങിന് പ്രാധാന്യം, അത് ഒത്തു പഠിക്കണേ പൊന്നുമോളെ, ഒത്തു പഠിക്കണേ പൊന്നുമോളെ. അമ്മേ 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 നമ്മുടെ സോഷ്യൽ ലേണിംഗ് ആരുടേതാ, ആൽബർട്ട് ബൻഡൂര ചേട്ടൻ്റെതാണത് സോഷ്യൽ ലേണിംഗ് പൊന്നുമോളെ, സോഷ്യൽ ലേണിംഗ് പൊന്നുമോളെ. വിക്കാരിയസ് ലേണിംഗ് എന്നും വിക്കാരിയസ് ലേണിംഗ് എന്നും ഒബ്സർവേഷൻ ലേണിംഗ് എന്നും ബോബോ പാവ പരീക്ഷണം സോഷ്യൽ ലേണിംഗിൽ ഓർത്തിടണേ, സോഷ്യൽ ലേണിംഗിൽ ഓർത്തിടണേ. വിക്കാരിയസ് ലേണിംഗ് എന്നും ഒബ്സർവേഷൻ ലേണിംഗ് എന്നും ബോബോ പാവ പരീക്ഷണം സോഷ്യൽ ലേണിംഗിൽ ഓർത്തിടണേ, സോഷ്യൽ ലേണിംഗിൽ ഓർത്തിടണേ. റീഇൻഫോഴ്സ്മെന്റ് രണ്ടാണ്, റീഇൻഫോഴ്സ്മെന്റ് രണ്ടാണ്, ഡയറക്റ്റ് ആണതിലൊന്നല്ലോ, ഡയറക്റ്റ് ആണതിലൊന്നല്ലോ. വിക്കാരിയസ് മറ്റൊന്നാണ്, ഓർത്തു പഠിക്കണേ പൊന്നുമോളെ, ഓർത്തു പഠിക്കണേ പൊന്നുമോളെ. അമ്മേ 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 നമ്മുടെ സോഷ്യൽ ലേണിംഗ് ആരുടേതാ, ആൽബർട്ട് ബൻഡൂര ചേട്ടൻ്റെതാണത് സോഷ്യൽ ലേണിംഗ് പൊന്നുമോളെ, സോഷ്യൽ ലേണിംഗ് പൊന്നുമോളെ. ലേണിംഗിൽ പ്രോസസ്സ് 4ആണ്, ലേണിംഗിൽ പ്രോസസ്സ് 4ആണ്. അറ്റൻഷൻ, റിറ്റൻഷൻ, പെർഫോമൻസ്, റീഇൻഫോഴ്സ്മെന്റ് ഓർത്തിടണേ, റീഇൻഫോഴ്സ്മെന്റും ഓർത്തിടണേ. അമ്മേ 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 നമ്മുടെ സോഷ്യൽ ലേണിംഗ് ആരുടേതാ, ആൽബർട്ട് ബൻഡൂര ചേട്ടൻ്റെതാണത് സോഷ്യൽ ലേണിംഗ് പൊന്നുമോളെ, ആൽബർട്ട് ബൻഡൂര ചേട്ടൻ്റെതാണത് സോഷ്യൽ ലേണിംഗ് പൊന്നുമോളെ, സോഷ്യൽ ലേണിംഗ് പൊന്നുമോളെ. നമുക്ക് സോഷ്യൽ ലേണിംഗ് തിയറി എന്താണെന്ന് നോക്കാം. ആൽബർട്ട് ബൻഡൂര and his disciple Richard Walter are the prominent advocates of this learning theory. സോഷ്യൽ ലേണിംഗ് തിയറിയുടെ പ്രധാന വക്താക്കൾ ആൽബർട്ട് ബൻഡൂരയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ റിച്ചാർഡ് വോൾട്ടറുമാണ്. They wrote a book, Social Learning and Personality Development. ക്വസ്റ്റ്യൻ ചോദിക്കാം. ആൽബർട്ട് ബൻഡൂരയും റിച്ചാർഡ് വോൾട്ടറും ചേർന്ന് എഴുതിയ ബുക്കിന്റെ പേര് സോഷ്യൽ ലേണിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നതാണ്. സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോഷ്യൽ ലേണിംഗ് തിയറി ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ബിഹേവിയറിസം ആൻഡ് കോഗ്നിറ്റിവിസം ഓർ ബിഹേവിയറിസ്റ്റ് തിയറീസ് ആൻഡ് കോഗ്നിറ്റിവിസ്റ്റ് തിയറീസ്. അപ്പോൾ ബിഹേവിയറിസ്റ്റ് തിയറീസിന്റെയും ചേഷ്ടാവാദ സിദ്ധാന്തത്തിന്റെയും കോഗ്നിറ്റീവ് തിയറീസ് വൈജ്ഞാനിക സിദ്ധാന്തങ്ങളുടെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പായി പ്രവർത്തിക്കുന്ന രണ്ടിന്റെയും കോണ്ടന്റ് എടുത്തിട്ട് ഉള്ള ഒരു തിയറിയാണ് സോഷ്യൽ ലേണിംഗ് തിയറി.
ദി അതർ നെയിംസ് ഓഫ് ദ തിയറി ആർ, തിയറിക്ക് മറ്റു 4 പേരുകൾ കൂടിയുണ്ട്. ഒബ്സർവേഷണൽ ലേണിംഗ്, നിരീക്ഷണ പഠനം. മോഡലിംഗ്, മാതൃകാ പഠനം. വികാരിയസ് ലേണിംഗ്, വികാരിയസ് മലയാളം പരോക്ഷ ലബ്ധം, പ്രാതിനിധ്യം, ബദൽ എന്നൊക്കെയാണ്. 4ാമത്തെ പേര് ഇമിറ്റേഷണൽ ലേണിംഗ്, അനുകരണ പഠനം എന്നതാണ്. 4 പേരുകൾ: ഒബ്സർവേഷണൽ ലേണിംഗ്, മോഡലിംഗ്, വികാരിയസ് ലേണിംഗ് ആൻഡ് ഇമിറ്റേഷണൽ ലേണിംഗ്. Bandura developed his theory on the basis of Bobo-Doll experiment. ബെണ്ടൂര തന്റെ സിദ്ധാന്തം തിയറി വികസിപ്പിച്ചെടുത്തത് ബോബോ-ഡോൾ പരീക്ഷണത്തിലൂടെയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. ഹിസ് എക്സ്പെരിമെന്റ് ഈസ് നോൺ ആസ് ബോബോ-ഡോൾ സ്റ്റഡി. ഇനി തിയറിയുടെ പേരെന്താണ്? ഒബ്സർവേഷണൽ ലേണിംഗ് എന്നതാണ് അല്ലെ. സോഷ്യൽ ലേണിംഗ് എന്ന പേരുണ്ട്, ഒബ്സർവേഷണൽ ലേണിംഗ് എന്നും പേരുണ്ട്. ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയാൻ കാരണം ദിസ് തിയറി അബോൾസ് ദ റോൾ ഓഫ് ഒബ്സർവേഷൻ ഇൻ ലേണിംഗ്. ലേണിംഗിൽ ഒബ്സർവേഷനുള്ള, നിരീക്ഷണത്തിനുള്ള പ്രാധാന്യം ഉയർത്തി കാണിക്കുന്നത് കൊണ്ടാണ് ഈ തിയറിക്ക് ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പേരുള്ളത്. അക്കോർഡിംഗ് ടു this theory, learning is the result of observation, imitation and modeling. ഈ തിയറി പ്രകാരം ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ എല്ലാം റിസൾട്ടാണ്? നിരീക്ഷണത്തിന്റെയും അനുകരണത്തിന്റെയും മാതൃകാ പഠനത്തിന്റെയും ഫലമാണ്. ഇനി ഈ തിയറിക്ക് എന്ത് പേരുണ്ട്? സോഷ്യൽ ലേണിംഗ് എന്ന് പേരുണ്ട് അല്ലേ. This theory states that learning is a cognitive process. ലേണിംഗ് എന്ന് പറഞ്ഞത് ഒരു വൈജ്ഞാനിക പ്രക്രിയ തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് എങ്ങനെയാ സംഭവിക്കുന്നത്? That take place in a social context and can occur purely through observation. സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ ഒബ്സർവേഷനിലൂടെ നടക്കുന്ന ഒരു പഠനമായതുകൊണ്ടാണ് ഈ തിയറിക്ക് ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന പേരും. സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്നൊരു പദം ഉപയോഗിച്ചല്ലോ, അതുകൊണ്ടാണ് സോഷ്യൽ ലേണിംഗ് എന്നും പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇമിറ്റേഷൻ ലേണിംഗ് എന്ന് പേരുണ്ട് അല്ലെ. ഒബ്സർവേഷൻ ലേണിംഗ് ഈസ് ഇമിറ്റേഷൻ ലേണിംഗ്. നമുക്കറിയാം, ചിൽഡ്രൻ ആർ ഇമിറ്റേറ്റീവ് ബൈ നേച്ചർ. കുട്ടികളുടെ സ്വഭാവം തന്നെ എന്താണ്? അനുകരിക്കുക എന്നതാണ്. എവ്രി ജസ്റ്റേഴ്സ് ആൻഡ് സ്പീച്ച് ഓഫ് ദ ടീച്ചർ ഈസ് അൺകോൺഷ്യസ്ലി കോപ്പീഡ് ആൻഡ് ഇമിറ്റേറ്റഡ് ബൈ ചിൽഡ്രൻ. ടീച്ചറുടെ ഓരോ ജസ്റ്റേഴ്സും, ടീച്ചറുടെ മാത്രല്ല, പാരന്റ്സിന്റെ ആവാം, ആരുടേതായാലും ആവാം അല്ലെ. ഇതെന്ത് അൺകോൺഷ്യസ് ആയിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അനുകരിക്കാറുണ്ട്. അങ്ങനെ ടീച്ചറുടേതാവുമ്പോ എന്താവും? എ ഫേവറേറ്റ് ടീച്ചർ മേ സെർവ് ആസ് എ മോഡൽ ഫോർ ഇമിറ്റേറ്റീവ് ലേണിംഗ്. ഇമിറ്റേറ്റീവ് ലേണിങ്ങിന് ഒരു നല്ലൊരു ടീച്ചർ, അവരുടെ ഇഷ്ടപ്പെട്ട ടീച്ചറുടെ വാക്ക്, ടോക്ക്, സോഷ്യൽ മാനേഴ്സ്, ഗ്രീറ്റിംഗ് ചെയ്യുന്നത്, അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, താങ്കിങ് ഒക്കെ എന്താണ്? കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. The process whereby students learn from imitating the behavior of another individual is called modeling or social learning. Modeling എന്ന് പറഞ്ഞാൽ എന്താണ്? The process whereby students learn from imitating the behavior of another individual. അതായത് വിദ്യാർത്ഥികൾ മറ്റുള്ളവരുടെ ബിഹേവിയർ അനുകരിക്കുക വഴി പഠിക്കുന്നതിനാൽ ഈ തിയറിക്ക് മോഡലിംഗ് അഥവാ സോഷ്യൽ ലേണിംഗ് അഥവാ ഇമിറ്റേഷൻ ലേണിംഗ് എന്നൊക്കെ പേരുണ്ട്. ഇനി ബെണ്ടൂര പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ലേണിംഗും പെർഫോമൻസിന്റെയും കാര്യം പറയുന്നുണ്ട്. ലേണിംഗ് ആൻഡ് പെർഫോമൻസ്. ബെണ്ടൂര മേക്സ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലേണിംഗ് ആൻഡ് പെർഫോമിംഗ്. അക്കോർഡിംഗ് ടു ബെണ്ടൂരയുടെ അഭിപ്രായത്തിൽ ലേണിംഗ് ഈസ് എ ഡെലിബറേറ്റ്ലി പ്ലാൻഡ് പേർപ്പസ്ഫുൾ ആക്ടിവിറ്റി. ബെണ്ടൂരയുടെ അഭിപ്രായത്തിൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്, പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്, പേർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് പെർഫോമൻസ് എന്താ? ലേണിംഗിൽ എന്തുണ്ട്? ദർ ഈസ് എൻ എലിമെന്റ് ഓഫ് വൊളീഷൻ ആൻഡ് കമ്പൾഷൻ. വേണമെന്ന് ചെയ്യുന്നതാണ് അല്ലെ. ഓൺ ദി അതർ ഹാൻഡ് നമ്മുടെ പെർഫോമിംഗിൽ എന്താ നടക്കുന്നത്?
ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് വിക്കാരിയസ് ആയിട്ടുള്ളതാണ്, പരോക്ഷമായി നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നതാണ്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. അത് അനുഭവിക്കുന്നു, നമ്മൾ അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് നമ്മളിൽ പഠനം നടന്നു പോകുന്നു എന്നാണ് ബണ്ടൂര പറയുന്നത്. ഇനി 2 types ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ബണ്ടൂര പറയുന്നുണ്ട്. റീഇൻഫോഴ്സ്മെന്റിന്റെ മലയാളം പ്രബലനം എന്നാണ്. ബണ്ടൂര ഐഡന്റിഫൈഡ് 3 types of reinforcement. First one is direct reinforcement. ഒന്നാമത്തത് ഡയറക്റ്റ് ആയിട്ടുള്ള നേരിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ഡയറക്ട്ലി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ലേണർ. ലേണർക്ക് നേരിട്ട് റിവാർഡ്സോ ആയാലും പണിഷ്മെന്റ് ആയാലും എന്ത് തന്നെ ആയാലും കിട്ടുമ്പോൾ എന്താണ് അത് റീഇൻഫോഴ്സ്മെന്റ് ആയി വർത്തിക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ്. ഇനി രണ്ടാമത്തത് എന്താണ്? വിക്കാരിയസ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. വിക്കാരിയസ് റീഇൻഫോഴ്സ്മെന്റ് ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യന് ആൻസർ എഴുതാവുന്നതാണ്. വാട്ട് ആർ ദ മോഡൽസ് ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് ചോദിച്ചാലും വിക്കാരിയസ് റീഇൻഫോഴ്സ്മെന്റ് ആണ് എഴുതേണ്ടത്. അതായത് ബണ്ടൂരാസ് ഫേമസ് ബോബോഡോൾ എക്സ്പെരിമെന്റ് ഷോഡ് ദാറ്റ് people not only learn by being rewarded or punished, they learn from watching somebody being rewarded or punished. അതായത് ബോബോഡോൾ പരീക്ഷണ പ്രകാരം ബണ്ടൂരയുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആളുകൾക്ക് നേരിട്ട് റിവാർഡ് കിട്ടുകയോ പണിഷ്മെന്റ് കിട്ടുകയോ ചെയ്യുന്നതിലൂടെ മാത്രമല്ല, അഥവാ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ മാത്രമല്ല എന്ത് നടക്കുന്നത്, റീഇൻഫോഴ്സ്മെന്റ് നടക്കുന്നത്, മറിച്ച് എന്താണ് അവർ ലേൺ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും, അവർക്ക് ലഭിക്കുന്ന റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും ഒക്കെ തനിക്കാണെന്ന് കരുതുന്നതും എന്താണ് വിക്കാരിയസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന ഭാഗത്തിൽ പെടുന്നു. ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ലേണർ. വിക്കാരിയസ് എന്ന വാക്കിന് തന്നെ പരോക്ഷമായി എന്നാണ്, ബദലായി എന്നാണ്. അതായത് വിക്കാരിയസ് റീഇൻഫോഴ്സ്മെന്റ് ഡയറക്ട്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ല ലേണർക്ക്, മറിച്ച് എന്താണ്? ലേണിംഗ് ത്രൂ ഇമിറ്റേഷൻ ഇസ് ടു മാച്ച് ദി ബിഹേവിയർ ഓഫ് ദി മോഡൽ. മോഡലിന്റെ ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റിവാർഡ്സും പണിഷ്മെന്റും ഒക്കെ തനിക്കാണെന്ന് കരുതുന്നത് കൂടി എന്താണ് വിക്കാരിയസ് റീഇൻഫോഴ്സ്മെന്റിൽ പെടുന്നു. 2 types ഓഫ് മോഡൽസിനെയാണ് സാധാരണയായി ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്ന് ആര് പറയുന്നത്? ബണ്ടൂര പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് റിയൽ ലൈഫ് മോഡൽസ് ഓർ ലൈവ് മോഡൽസ്. ഒന്നാമത്തത് റിയൽ ലൈഫ് മോഡൽസ് അഥവാ ലൈവ് മോഡൽസ്. കുട്ടി സാധാരണ ഫോർ എക്സാമ്പിൾസ് പാരന്റ്സിന്റെ, ടീച്ചേഴ്സിന്റെ, ഫിലിം സ്റ്റാർസിന്റെ, ഫ്രണ്ട്സിന്റെ, സ്പോർട്സ് സ്റ്റാർസിനെ ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് കാണാം അല്ലെ? നമുക്കറിയാം അത് നേരിട്ടുള്ളതാണത്. വിച്ച് ഇൻവോൾവ്സ് ആൻ ആക്ച്വൽ ഡെമോൺസ്ട്രേറ്റിംഗ് ഓർ ആക്ടിങ് ഔട്ട് എ ബിഹേവിയർ. ശരി, നേരിട്ട് കുട്ടി കാണുന്ന ആളുകളുടെ ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ചില വീടുകളിലൊക്കെ കുട്ടികൾ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നൊക്കെ കേൾക്കാം അല്ലെ? നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിക്കാം അമ്മയും അച്ഛനും ഒക്കെ ആരെങ്കിലും വരുമ്പോൾ പെരുമാറും ഇങ്ങനെ, വരുന്നുണ്ട് ശല്യം എന്ന് പറയും. പക്ഷെ കുട്ടി ഇതറിയാതെ അവര് വരുമ്പോ അവരുടെ മുഖത്ത് തന്നെ നോക്കി എന്ത് പറയുന്നു? ശല്യം വരുന്നുണ്ട് എന്ന് പറയും. അതായത് കുട്ടി റിയൽ ലൈഫ് മോഡൽസിനെ എന്ത് ചെയ്തു പോകുന്നതാണ്? ഇമിറ്റേറ്റ് ചെയ്ത് പോകുന്നതാണ്. രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിംബോളിക് മോഡലാണ്. സിംബോളിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് റിയൽ ഓർ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ്. ഡിസ്പ്ലേയിങ് ബിഹേവിയർ ഇൻ ബുക്സ് ആകാം, ദാറ്റ് ഈസ് വെർബൽ മെറ്റീരിയൽസ് എന്നാവാം, പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആവാം, ഏതെങ്കിലും റിട്ടൺ മെറ്റീരിയൽസ് ആവാം, മാഗസീൻസ് ആവാം, ഫിലിംസ് ആവാം. ഇപ്പൊ ഉദാഹരണത്തിന് മീഡിയയിലുള്ള കാര്യങ്ങളൊക്കെ സിംബോളിക് മോഡൽസ് ആയിട്ട് കുട്ടി ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. റെസ്ലിംഗ് കണ്ട കുട്ടി എന്ത് ചെയ്യും? ആ കുട്ടിക്ക് മോഡലായിട്ട് അങ്ങനെ തോന്നിയിട്ടൊന്നും ആവണമെന്നില്ല അല്ലെ? കുട്ടി എന്ത് ചെയ്യും? ആരോടെങ്കിലും അനിയനെയൊക്കെ പിടിച്ച് നല്ല ഇടിയിടിക്കും അല്ലെ? മോഹൻലാലിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഇത് നിങ്ങളിപ്പോ ഈ പുലിമുരുകനൊക്കെ ഇറങ്ങിയ കാലത്ത് കുട്ടി ചെയ്യുന്നത് കാണല്ലേ?
മുഴുക 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 എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആക്ഷനും കാണിച്ച് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? അവരുടെ വാക്കുകളൊക്കെ കുട്ടി അറിയാതെ എന്ത് പറയും, അവളുടെ അല്ലെങ്കിൽ അവളുടെ ബിഹേവിയറിൽ ഉൾപ്പെടുത്തി പോകുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, വികാരിയസ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. വികാരിയസ് റീഇൻഫോഴ്സ്മെന്റ് മോഡൽസിനെ ഇമിറ്റേറ്റ് ചെയ്യലാണ്. രണ്ട് ടൈപ്പ് മോഡൽസ് ആണ്, റിയൽ ലൈഫ് മോഡൽസും സിംബോളിക് മോഡൽസും, അതായത് പ്രതീകാത്മക മോഡലുകൾ. അത് ബുക്കുകളിൽ പറയുന്ന എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് ഒക്കെ എന്തെങ്കിലും പറയുന്നതും ഒക്കെ ആവാം. അത് മൂന്നാമത്തത് പിന്നെ ഇതേപോലെ നിങ്ങൾക്കറിയല്ലേ, ഇതില് ഡോറ നീ എവിടെയാണ് എന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ് ഡോറയുടെ പോലെ അല്ലെങ്കിൽ എന്താണ് ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളെ പോലെയൊക്കെ സംസാരിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാവുന്നതാണ്. മൂന്നാമത്തത് സെൽഫ് അഡ്മിനിസ്ട്രേഡ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അത് സ്വന്തമായി എന്ത് ചെയ്യുന്നു, ദ ഇൻഡിവിജ്വൽ സെറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഫോർ സെൽഫ് റീഇൻഫോഴ്സ്മെന്റ്. ഇൻഡിവിജ്വൽ തന്നെ എന്ത് സെറ്റ് ചെയ്യുന്നു, തനിക്കായി ഒരു സ്റ്റാൻഡേർഡ് സെൽഫ് റീഇൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ, എ ബോയ് സെയിങ് ഐ വുഡ് പ്ലേ ലൈക്ക് സച്ചിൻ ആൻഡ് ട്രൈയിങ് ഫോർ ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ. ഇപ്പൊ കുട്ടി പറയാൻ സച്ചിനെ പോലെ ഞാൻ കളിക്കും എന്ന് പറയുന്നത് സെൽഫ് അഡ്മിനിസ്ട്രേഡ് റീഇൻഫോഴ്സ്മെന്റിൽ പെടുന്നതാണ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഈ തിയറിയുടെ പ്രധാന ഉപജ്ഞാതാക്കളെ പറഞ്ഞു. വോൾട്ടേഴ്സിനേക്കാൾ ഇമ്പോർട്ടന്റ് ആരാണ്? വോൾട്ടേഴ്സ് ആരുടെ ഡിസൈപ്പിൾ ആണ്? അതെ, നമ്മുടെ ബെണ്ടൂരയുടെ ആൽബർട്ട് ബെണ്ടൂരയും. ഓർമ്മിക്കേണ്ട രണ്ട് പേരുകൾ സോഷ്യൽ ലേണിംഗുമായി ബന്ധപ്പെട്ട് ആൽബർട്ട് ബെണ്ടൂരയും റിച്ചാർഡ് വോൾട്ടേറുമാണ്. പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ തിയറിയുടെ 4 പേരുകൾ പറഞ്ഞു. ഒബ്സർവേഷൻ ലേണിംഗ്, മോഡലിംഗ്, വികാരിയസ് ലേണിംഗ് ആൻഡ് ഇമിറ്റേഷൻ ലേണിംഗ്. ഇനി ഇതെന്തുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം എന്ന് പറഞ്ഞു. ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ, ഒബ്സർവേഷൻ ചെയ്യുന്നതിലൂടെ നടക്കുന്ന പഠനമായതുകൊണ്ടാണ് ഇത്തരം പേരുകൾ വന്നിട്ടുള്ളത്. പിന്നീട് നമ്മൾ പറഞ്ഞ റീഇൻഫോഴ്സ്മെന്റ് ആണ്. അത് 2 ടൈപ്പ്, ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ്, വികാരിയസ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് സെൽഫ് അഡ്മിനിസ്ട്രേഡ് റീഇൻഫോഴ്സ്മെന്റ്. നെക്സ്റ്റ് പറയാനുള്ളത് പ്രോസസ് ഓഫ് ലേണിംഗ് ആണ്. ഇത് എക്സാമിന് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ഒബ്സർവേഷൻ ലേണിംഗ് എന്നും ചോദിക്കാം. ഒന്നുകൂടെ പറയുന്നു, പ്രോസസ് ഓഫ് ലേണിംഗ് ഓർ സ്റ്റെപ്സ് ഇൻ ഒബ്സർവേഷണൽ ലേണിംഗ്. ബെണ്ടൂര ഐഡന്റിഫൈസ് 4 ഇന്റർ റിലേറ്റഡ് സ്റ്റെപ്സ്. 4 ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ലേണിംഗിൽ ബെണ്ടൂര പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് അറ്റൻഷൻ, അല്ലെങ്കിൽ അറ്റൻഷന് ഒബ്സർവേഷൻ എന്നുകൂടി പറയാവുന്നതാണ്. ഒരു മാതൃകയായിട്ടുള്ളതിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അറ്റൻഡ് ചെയ്യുന്നു. രണ്ടാമത് റിറ്റൻഷൻ, അറ്റൻഡ് ചെയ്ത കാര്യം എന്താണ്, റിറ്റെയിൻ ചെയ്യുന്നു, അവിടെ നിലനിർത്തുന്നു, മെമ്മറിയിൽ നിലനിർത്തുന്നു. മൂന്നാമത് അതെന്ത് ചെയ്യുന്നു, പെർഫോമൻസ് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു, ചാലക പ്രകടനം നടത്തുന്നു. നാലാമത്തത് റീഇൻഫോഴ്സ്മെന്റ്. ചില ബുക്കുകളിൽ 4ാമത്തത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. റീഇൻഫോഴ്സ്മെന്റ് കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. അറ്റൻഷൻ ആണ് ഫസ്റ്റ് വൺ. അറ്റൻഷനിൽ എന്താ ചെയ്യുന്നത്, ദ ലേണർ പേസ് അറ്റൻഷൻ ടു ദി ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ദി മോഡൽ. ആരെയാണോ എന്തിനെയാണോ അനുകരിക്കേണ്ടത് അതെന്ത് ചെയ്യുന്നു, അറ്റൻഷൻ കൊടുക്കുന്നു, ശ്രദ്ധിക്കുന്നു. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇഫക്റ്റീവ് സെൻസറി രജിസ്ട്രേഷൻ. സെൻസറി രജിസ്ട്രേഷന് ഇത് എന്തായാലും അത്യാവശ്യമാണ്. രണ്ടാമത് എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്, റിറ്റൻഷൻ. ഈ അറ്റൻഡ് ചെയ്ത കാര്യമാണ്, അതാണ് ഇന്റർ റിലേറ്റഡ് എന്ന് പറയുന്ന പ്രോസസ്സുകൾ തമ്മിൽ. അറ്റൻഡ് ചെയ്ത കാര്യങ്ങൾ എന്തെന്നു റിറ്റൻഷൻ ആക്കി വെക്കുന്നു, അല്ലെങ്കിൽ മെമ്മറിയിൽ റിറ്റെയിൻ ചെയ്ത് വെക്കുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. The learner stores in his mind the behavior he or she observed. അടുത്ത എന്താണ്, റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പെർഫോമൻസ്. This is performance level. Here learner imitates the accepted aspects of the model behavior. മോഡൽ ബിഹേവിയറിന്റെ എന്താണോ ചെയ്യേണ്ടത് അത് പെർഫോം ചെയ്യുന്നു, അല്ലെ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. 4 റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഈ റീഇൻഫോഴ്സ്മെന്റിൽ എന്താ ചെയ്യുന്നത്,
In reinforcement, favorable incentive conditions such as encouragement, appreciation, rewards, etc. should be given. ഈ സമയത്ത് എന്ത് കൊടുക്കണം? ഈ പ്രോസസ്സിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്താൽ കുട്ടി വീണ്ടും എന്ത് ചെയ്യും? മീനിങ് ആണ് ഈ ഫീഡ്ബാക്ക് എങ്കിൽ എന്താണ്? പോസിറ്റീവ് റീഇൻഫോഴ്സസ് എന്ത് ചെയ്യുന്നു? ഒബ്സർവേഷൻ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. കുട്ടിക്ക് ഇത് വീണ്ടും ചെയ്യാൻ തോന്നുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കുട്ടി മിമിക്രി പഠിക്കാന്ന് വിചാരിക്കാം. മിമിക്രി പഠിക്കുമ്പോൾ കുട്ടി അല്ലെ മുതിർന്ന ആള് തന്നെ ഒരു മിമിക്രി പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് എന്താണോ മിമിക്രി ചെയ്യേണ്ടത് അതിനെ അറ്റൻഡ് ചെയ്യുന്നു. ഒരു കുഞ്ഞ് കഥ പറയുന്നതാണ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് അറ്റൻഡ് ചെയ്യുന്നു. കുഞ്ഞിന്റെ ഭാവങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അല്ലെ ഒരു കുഞ്ഞ് കഥ ഏതെങ്കിലും ഒരു കുഞ്ഞ് കഥ പറയുന്നത് കേട്ടിരുന്നിട്ട് അതിന്റെ ഭാവങ്ങളും സിംപ്ലസ് വേരിയേഷനും പിന്നെ ആ കുട്ടിയുടെ കൊഞ്ചലോ എന്തൊക്കെയാണോ ഉള്ളത് എങ്ങനെ പിന്നെന്താണ് പറയുന്നു ഇതൊക്കെ ശ്രദ്ധിച്ചു നിൽക്കുന്നു. പിന്നീട് അത് എന്ത് ചെയ്യുന്നു? അത് മനസ്സിലേക്ക് വെക്കുന്നു. റിറ്റൻഷൻ നടക്കുന്നു. അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പിന്നീട് അത് ഒരവസരത്തിൽ എന്ത് ചെയ്യുന്നു? പെർഫോം ചെയ്യുന്നു. അത് ഏതെങ്കിലും അവസരത്തിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആളുകളിൽ നല്ല അഭിപ്രായമാണ്, റീഇൻഫോഴ്സ്മെന്റ് ആണ് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യാനാണ് സാധ്യത. വീണ്ടും അത് നടത്താനാണ് സാധ്യത. നമ്മള് പിന്നെ മിമിക്രിയുടെ ഉദാഹരണം പറഞ്ഞു, കുട്ടിയുടെ കഥ പറയല് പറഞ്ഞു. ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്കിത് നിർത്താം. മാന്യ സദസ്സിന് വന്ദനം. കൂട്ടുകാരെ, ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് ദിവ്യജലം. ചന്ദനവട്ടൻ ഗോവിന്ദപ്പണിക്കരുടെ ഭാര്യയാണ് ശാന്തമ്മ. അവരെപ്പോൾ നോക്കിയാലും കീടിയും പാമ്പും പോലെയാണ്. ഇത് ഒരാൾക്ക് മിമിക്രി ചെയ്യണമെങ്കിൽ ഒരു കുട്ടി പറഞ്ഞത് കേട്ടിട്ട് അത് ശ്രദ്ധിക്കണം. പിന്നെന്താണ്? ഈ വാക്കുകളും കുട്ടി പറഞ്ഞ ടോണും ഒക്കെ മനസ്സിൽ റിറ്റെയിൻ ചെയ്ത് വെക്കണം, സ്റ്റോർ ചെയ്ത് വെക്കണം. പിന്നീട് അത് എന്ത് ചെയ്യുന്നു? ഒരവസരത്തിൽ പെർഫോം ചെയ്യുന്നു. പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കൊളായി പോയി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് വീണ്ടും ആവർത്തിക്കില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് വീണ്ടും ഓരോ കൂടുതൽ ഭംഗിയാക്കി ഓരോ സ്റ്റേജുകളിലും അവതരിപ്പിക്കുന്നു. നിങ്ങൾക്ക് സോഷ്യൽ ലേണിംഗ് തിയറി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് സോഷ്യൽ ലേണിംഗ് തിയറി പാട്ടും പാടി അവസാനിപ്പിക്കാം. അമ്മേ 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 നമ്മുടെ സോഷ്യൽ ലേണിംഗ് ആരുടേതാ? അമ്മേ 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 നമ്മുടെ സോഷ്യൽ ലേണിംഗ് ആരുടേതാ? ആൽബർട്ട് ബെണ്ടൂര ചേട്ടൻ്റെതാണത് സോഷ്യൽ ലേണിംഗ് പൊന്നുമോളെ. ആൽബർട്ട് ബെണ്ടൂര ചേട്ടൻ്റെതാണത് സോഷ്യൽ ലേണിംഗ് പൊന്നുമോളെ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.